ക്വസ്റ്റൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസും 45 സെക്കൻഡ്സ് ടൈമറുമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണിത്. 45 സെക്കൻഡ് ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റണം. 45 സെക്കൻഡ്സ് കൂടുതലാണ്. ഞാൻ 45 സെക്കൻഡ്സ് തരുന്നുണ്ടെന്ന് വിചാരിച്ച് 45 സെക്കൻഡിൽ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിലും വേഗതയിൽ തന്നെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ക്വസ്റ്റ്യൻ തരുമ്പോൾ ടൈമർ ഇട്ട് തരുമ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. എക്സാം ഹാളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വേണം നമ്മൾ ഉത്തരം കണ്ടെത്താൻ. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. ഞാൻ ടൈംസ് അപ്പ് അതിനിടയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമയം തരും കേട്ടോ. ദ റേഷ്യോ ഓഫ് മന്ത്ലി ഇൻകം ഓഫ് പവൻ ആൻഡ് സുനിൽ ഈസ് 4:3 ആൻഡ് ദ റേഷ്യോ ഓഫ് ദർ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഇസ് 3:2. ഇഫ് പവൻ ആൻഡ് സുനിൽ സേവ് ₹4,000 and ₹6,000 respectively per month, then what is the sum of their monthly income? Sum of their monthly income will be a multiple of 7. അതാണ് ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. ദിസ് ഈസ് യുവർ ആൻസർ. ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. MTS ക്വസ്റ്റ്യൻ 2019. സം ഓഫ് സുനിലിൻ്റെയും പവൻ്റെയും മന്ത്ലി ഇൻകത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് ഓൾറെഡി 4:3 എന്ന് പറയുമ്പോൾ അവരുടെ മന്ത്ലി ഇൻകത്തിൻ്റെ സം തന്നെ അവിടെ ചോദിച്ചേക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ നമ്മൾ പാടില്ല. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 4:3 എന്ന് പറയുമ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ. പല ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ് ഈ TCS വന്നതിന് ശേഷം, TCS പരീക്ഷ കണ്ടക്ട് ചെയ്തതിന് ശേഷം തുടങ്ങിയതിന് ശേഷം ഈ ഓപ്ഷനൊന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ശുദ്ധ തെറ്റിദ്ധാരണയാണത്. ഒരുപാട് ക്വസ്റ്റൻസിന് ഇവൻ ടയർ 2 ക്വസ്റ്റൻസിനും ഓപ്ഷൻസ് ഒരുപാട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് എല്ലാ കോൺസെപ്റ്റും അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ അല്ലാതെ ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യുക എങ്ങനെയാണ്? ഒന്നുകിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് മെത്തേഡ് ഉണ്ട്. എന്ത് 4:3, 3:2, ഇവിടെ 4,000, ഇവിടെ 4,000 to 6,000. Now you know cross product like this, product like this, product like this, product like this. നിങ്ങൾക്ക് അറിയാമായിരിക്കാം ക്രോസ് പ്രൊഡക്റ്റ് റൂൾ എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ അല്ല, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെ 4x ആണ് അയാളുടെ ഇൻകം എങ്കിൽ 3x ആണ് സുനിലിൻ്റെ ഇൻകം എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും 4x മൈനസ് അയാളുടെ സേവിങ് എത്രയാ, പവൻ്റെ സേവിങ് എത്രയാ, പവൻ്റെ സേവിങ് 4,000 ആണ്. അപ്പോൾ 4x മൈനസ് 4,000 ഡിവൈഡഡ് ബൈ സുനിലിൻ്റെ സേവിങ് എത്രയാണ്, സുനിലിൻ്റെ സാലറി എത്രയാ, സുനിലിൻ്റെ സാലറി 3x ആണ്. 3x സാലറി ഉള്ള സുനിൽ 6,000 രൂപയാണ് സേവ് ചെയ്യുന്നത്. സോ ദിസ് റേഷ്യോ ഇസ് ഗിവൺ ടു യു ആസ് 3/2. നൗ അപ്പോൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2 into 4 8. അപ്പോൾ 8x അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ പറയാം എന്താണ് 2 4s are 8, 8x പിന്നെ ഏതാണ് 2 4s are 8x, 3 3s are 9x. വാല്യൂ എന്താ വരാൻ പോകുന്നത്? എക്സിൻ്റെ വാല്യൂ ആണ് വരാൻ പോകുന്നത്. വാല്യൂ ഈസ് ഈക്വൽ ടു 2 into 4 8, 3 6 are 18. അപ്പോൾ 10,000 വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10,000 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 10,000 വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7x. അപ്പോൾ എന്താ വരിക? 70,000 വിൽ ബി ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കാം. ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ആ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് തന്നെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ ഒരു പല ആൾക്കാർക്ക് അത് അറിയത്തില്ല. ഈ ഒരു നമ്മൾ നോർമലി ചെയ്യുന്ന സോൾവിങ് ടെക്നിക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ അതും അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഹിയർസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. Again, Tier 2 question 2019. നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുമ്പം സ്ലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ 1.5x 2x ഒക്കെ ഇട്ട് നിങ്ങൾ കാണുക. പക്ഷെ മെത്തേഡ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ഒരിക്കലും 2x കാണാതിരിക്കുക. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ച്. ഓക്കെ, ടൈം ഇസ് അപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കാട്ടും പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ല എന്നാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ മെത്തേഡ്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. A person marks his goods X% above the cost price and allows a discount of 30% on the marked price if his profit percentage. അപ്പോൾ ഒരേ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവിടെ ഡിസ്കൗണ്ടിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെടുക്കണം? നമ്മൾ മാർക്കറ്റ് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസ് ടു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന റേഷ്യോ എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. SP ആണ് എപ്പോഴും നടുവിലെടുക്കുക. ഓൾറെഡി 2-3 സെഷൻസിൽ നമ്മൾ പറഞ്ഞതാണ്.
ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും ഒരേ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തെടുക്കുക, നമ്മളവിടെ MP SP CP റേഷ്യോ എടുക്കുക. എന്നിട്ട് ഡിസ്കൗണ്ട് ഓഫ് 30% ഗിവൺ എന്ന് പറയുമ്പോൾ 10ന്റെ സാധനം 7-നാണ് സെൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ 10:7:7 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഇവിടെ വരിക. 10:7:7 10. ഓക്കെ, 30% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 10ന്റെ സാധനം 7 സെൽ ചെയ്തിട്ടുണ്ടാവും. ആ 7 തന്നെ അവിടെ എഴുതി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 5 ആണെന്ന് പറയുമ്പോൾ 20 CP 21 SP. ഓക്കെ, 5% പ്രോഫിറ്റ് 1/20 ആണ്. അപ്പോൾ 20യുടേത് 21 സെൽ ചെയ്തിട്ടുണ്ടാവും. അതേ 21 വേണം നമ്മൾ ഇവിടെ എഴുതാൻ. ഇനി എന്ത് ചെയ്യുക, ഇനി ആ റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള തന്നെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 7 ഇവിടെയുണ്ട്, 7 ഇവിടെയുണ്ട്, 7 ഇവിടെ 7 3 ടൈംസ്. സോ 10 × 3 30 21 20. So what does that mean? This simply means that 20 ആണ് CP ഉള്ളത്. അത് എത്രയ്ക്കാണ് സെല് ചെയ്തത്? 20യുടെ സാധനം മാർക്കപ്പ് ചെയ്തത്. വാല്യൂ ഓഫ് എക്സ് ആണ്. എ പേഴ്സൺ മാർക്സ് ഹിസ് ഗുഡ്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ മാർക്കപ്പ് പ്രൈസ് ആണ്. അപ്പോൾ 20 ഉണ്ടായിരുന്നതിന് 30 ആണ് മാർക്കപ്പ് ചെയ്തത്. ബിക്കോസ് CP 20 MP 30, മാർക്കപ്പ് 30 ആണ്. സോ ക്ലിയർലി 10 isn't it? 10 upon 20നെയാണ് മാർക്കപ്പ് ചെയ്തത്. അപ്പോൾ 10/20 × 100. സോ ക്ലിയർലി 50% ആയിരിക്കും എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50% ആയിരിക്കും. ഓക്കെ, 10/20 × 100 അല്ലേ ചെയ്യുക. അപ്പോൾ അത്രയല്ലേ മാർക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക. മാർക്കപ്പ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണോ മാർക്കപ്പ് ചെയ്തത് ഡിവൈഡഡ് ബൈ ഏതിൻ്റെ മുകളിലാണ് മാർക്കപ്പ് ചെയ്തത്? CPയുടെ മുകളിലാണ് മാർക്കപ്പ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. 45 seconds. സിമിലർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 45 സെക്കൻഡ്സിലൊക്കെ കിട്ടിയ ആൻസർ ഇനി 30 സെക്കൻഡ്സിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവണം. Okay, your time's up. The price of a commodity is increased by 36% and the quantity purchased decreased by 30%. What is the increase or decrease in the amount spent on the commodity എന്ന് പറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എത്രയാണ് ചേഞ്ച് വന്നേക്കുന്നതാണ്. 36% ഇൻക്രീസ് ഉണ്ടായെന്ന് പറയുമ്പോൾ ഓക്കെ, യു ക്യാൻസൽ ഇറ്റ് വിത്ത് 4 25 9. അപ്പോൾ എത്ര വരിക? 25 ഉണ്ടായിരുന്നത് ഒരു 9 കൂടിയിട്ടുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ എത്രയായി? 34 ആയി. 25 + 10. അപ്പോൾ 25 × 34 × because this is the initial value, initial price, this is the present price. ഇപ്പോൾ അല്ലേ 36% എന്ന് പറയുമ്പോഴേ 36/100 നമ്മൾ ഫ്രാക്ഷൻ മാറ്റേണ്ടതാ. 36/100 എന്ന് പറയുമ്പോൾ 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ഇവിടെ 9 പ്രാവശ്യം, 4 ഇവിടെ 25 പ്രാവശ്യം. അപ്പോൾ 9/25ൻ്റെ ഇൻക്രീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 25 ഉണ്ടായിരുന്നത് 9 കൂടി 34 ആയി അല്ലേ. നമ്മളിതൊന്നും എക്സാമിനിങ്ങനെ എഴുതേണ്ട കാര്യമല്ല, ഇത് മനസ്സിൽ നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമാണ്. ഓക്കെ, ശരി, ബാക്കി പറഞ്ഞേ. എന്താ പറയുന്നത്? ആൻഡ് ദ പർച്ചേസ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്. അപ്പോൾ അവിടെ കൺസംഷൻ കുറഞ്ഞു. എത്രയാണ് കുറഞ്ഞത്? 10 ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 30 കുറഞ്ഞു. അപ്പോൾ എത്രയായി പറയുന്നത്? 7 ആയിട്ട് മാറി. സോ വാട്ട് ഇസ് 25 × 10? 250. അപ്പോൾ ഇതാണ് ഇനീഷ്യലി ഉള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. 35 × 7 210 28 238 അല്ലേ. 7 × 30 210 7 4 28 210 28 അപ്പോൾ 250 ഉണ്ടായിരുന്നത് ഇപ്പോൾ 238 ആയിട്ട് മാറി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് സംഭവിച്ചു? ഉറപ്പായിട്ട് അവിടെ എന്ത് സംഭവിച്ചു? ഉറപ്പായിട്ട് അവിടെ ഡിക്രീസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇൻക്രീസ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇൻക്രീസ് എന്ന് പറയുന്ന വാല്യൂ അല്ല. എത്രയാണ് അവിടെ ഡിക്രീസ് ഉണ്ടായത്? 12 ആണ് ഡിക്രീസ് ഉണ്ടായത്. അപ്പോൺ -12 അപ്പോൺ 250 × 100 എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതിലേതാ? ഓക്കെ, സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് 6% എന്താണെങ്കിലും വരത്തില്ല, ഡെസിമൽ അല്ലേ വരാൻ പോകുന്നത്. 25 ഇവിടെ 10 ടൈംസ്, 25 ഇവിടെ 4 ടൈംസ്, 12 × 4 48/10 4.8ൻ്റെ ഡിക്രീസ് ആണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. Got it? Okay, now let's move on to the next question. This is your next question and your timer starts now. It should hardly take 10 seconds. That's more time. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. 10 സെക്കൻഡ് കൂടുതലാണെന്ന് പറയുമ്പോൾ ലിറ്ററലി ഐ മീൻ ഇറ്റ്. എങ്കിലേ നമുക്ക് CGL ആയിട്ടും നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് സോൾവിങ് ദ ടഫ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് സോൾവിങ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ
in the easiest manner in a minimum time. Okay, you should have done by, see, it's high time you did it. Okay, so how to solve it? Two numbers are in the ratio, times up, two numbers are in the ratio 4:9. If both the numbers are increased by 12, the ratio becomes 11:21. The sum of the original numbers is, what is it? See, പല രീതി ചെയ്യാം. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ 4:9 ആണ് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്ലിയർലി സം ഓഫ് ദ നമ്പേഴ്സ് ഇസ് എ multiple of 13, isn't it? Sum of the numbers is a multiple of 13 എന്ന് പറയുമ്പോൾ you eliminate those options which are not multiples of 13. 52 is a multiple of 13. 64 is not a multiple of 13. If 64 is not a multiple of 13, 128 also cannot be a multiple of 13. These two are the possible options. Now what to do? നമുക്കറിയാം 52 ആകാം ആൻസർ, 104 ആകാം ആൻസർ. ബോത്ത് ദ നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 12 എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ കൂടി 12 കൂടി എന്ന് പറയുമ്പോൾ ടോട്ടൽ അവിടെ എത്ര കൂടി? 12 24 ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ 24 ഇൻക്രീസ് ചെയ്തതിന് ശേഷം നൗ ദ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 32, isn't it? Now the number is a multiple of 32. അപ്പോൾ ഇതിൽ ഏത് നമ്പറിൻ്റെ കൂടെ 24 കൂടിയാലാണോ 32യുടെ മൾട്ടിപ്പിൾ ആവുന്നത്? ദാറ്റ് ഈസ് യുവർ ആൻസർ. 52 plus 24 is 76, isn't it? 52 plus 24 is 76. അത് കറക്റ്റ് ആണോ? 76 32 മൾട്ടിപ്പിൾ 32 തന്നെയല്ലേ? അതെ. ഓക്കെ, മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ദിസ് കാനോട്ട് ബി ദ ആൻസർ. 104 plus 24 എത്രയാണ് വരാൻ പോകുന്നത്? 128. 128 എന്ന് പറഞ്ഞാൽ 32 into 4 ആണ് അല്ലേ? 4 2s are 8, 4 3s are 12. ഹെൻസ് മൾട്ടിപ്പിൾ ഓഫ് 32 വരുന്നത് കൊണ്ട് ആൻസർ ഇസ് 104. അപ്പോൾ റേഷ്യോ ബാലൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. ഇവിടുത്തെ കേസിൽ റേഷ്യോ ബാലൻസിങ് ഈസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലായിരുന്നെങ്കിൽ ഇതാണ് അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. ഓക്കെ, പേടിക്കണ്ട, ഞാൻ സോൾവ് ചെയ്യും. ഇതല്ലാതെ എങ്ങനെ സോൾവ് ചെയ്യണം? റേഷ്യോ ഇസ് 4:9. The ratio becomes 11:21. എന്താണ്? രണ്ടിടത്തും 12ന്റെ ഇൻക്രീസാണ് സംഭവിച്ചേക്കണേ. രണ്ടിടത്തും 4 ഇനീഷ്യലി ഉള്ള വാല്യൂവിൻ്റെ കൂടെയും 12 കൂടിയേക്കണേ, ഇതിൻ്റെ കൂടെയും 12 കൂടിയേക്കണേ. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യൂണിറ്റിൻ്റെ ഗ്യാപ്പാണുള്ളത്, ഇവിടെ 5 യൂണിറ്റിൻ്റെ ഗ്യാപ്പാണുള്ളത്. ഇവിടെ എത്ര യൂണിറ്റിൻ്റെ ഗ്യാപ്പാണുള്ളത്? ഇവിടെ 10 യൂണിറ്റിൻ്റെ ഗ്യാപ്പാണുള്ളത്. വാട്ട് യു ഹാവ് ടു ഡു? You have to multiply this ratio with 2 so that avadത്തെ ഗ്യാപ്പ് എന്താവും? 10 now. So 2 4s are 8 is to 9 2s are 18, and here the ratio is 11 is to 21. So clearly there is an increase of what? There is an increase of 3 unit. അപ്പോൾ ആ 3 യൂണിറ്റ് ആണ് 12. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ് വരാൻ പോകുന്നത്? 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 8ഉം 18ഉം 26 യൂണിറ്റ് ആണ്. ഇതല്ല പിന്നെ നമ്മളുടെ റേഷ്യോ കേട്ടോ. നമ്മൾ റേഷ്യോനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനീഷ്യലി ഉള്ള ഒറിജിനൽ നമ്പറിൻ്റെ സമ്മ് നോക്കുമ്പോൾ ഈ റേഷ്യോയിലോട്ട് വേണം നോക്കാൻ. പിന്നെ ഈ റേഷ്യോയിലോട്ട് തിരിച്ച് പോകരുത് കേട്ടോ. അത് ഓൾറെഡി റേഷ്യോനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. 26 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 104 ആൻഡ് ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. ഓക്കെ, ഇവിടെ റേഷ്യോ ബാലൻസിങ് ഈസി ആയിരുന്നു. ഈസി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുന്ന സഹായിക്കുന്ന ഒരു മെത്തേഡായിരുന്നു. ഓക്കെ, സോ ഹിയേഴ്സ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. Okay, your time's up. Yet another easy question. I bought an article for rupees 5,400 and sold it at a loss of 30%. With the same amount, he bought another article and sold it at a gain of 60%. What was his overall percentage gain or percentage loss? Already discussed ഇങ്ങനെയുള്ള question. Successive change in a question ആണ്. Direct ആയിട്ട് എന്ത് ചെയ്താൽ മതി? 30% loss. So clearly minus 30. Then he made a profit of 60%. So plus 60 minus 1800 by 100. So clearly the values gets cancelled. Minus 30 plus 60, 30 minus 18. The answer is
12% and the value is positive, hence there is a profit of 12%. Okay, clear? Moving on to the next question. Your timer starts now. Okay, your time's up. Whoa, so what can be done? A number is decreased by 30%, then increased by 30%, then further decreased by then further decreased by 10%. What is the net increase or decrease percent in the number? Correct to the nearest integer. Obviously, the answer has to be solved very fast. You can either use 3 value successive percentage change, or you can assume the number to be 100. So 100 got decreased by 30%. So initially that became the 70% of it. Now it got increased by 30%, which means it became the 130% of this value. Then it again got decreased by 10%, means that became the 90% of this. So clearly this gets cancelled. Now 9 7s are 63. 63 into 13. So 63 into 13 is 63 into 10 is 630, and 63 into 3 is 189. 189. So the value is 9, 8 plus 11, 1, and 6 1 7 1 8 81.9, isn't it? So divided by e values and the number will become what? 81.9. 81.9 means clearly there will be a decrease of 18.1%. 100 ഉണ്ടായിരുന്ന value ഇപ്പോൾ 81.9 ആയി എന്ന് പറയുമ്പോൾ there will be a decrease of 18.1%. approximately 18% decrease is the answer for this question. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ഒരു എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 എന്ന് പറയുന്ന വാല്യൂ വെച്ച് കണ്ടുപിടിക്കാം. ഈദർ യു യൂസ് ദിസ് ഫോർമുല, വാട്ട്, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഡിവൈഡഡ് ബൈ 100 പ്ലസ് എ ബി സി ബൈ 10,000. Either you apply this formula or you find a plus b plus ab by 100 for the first two numbers. It's very simple. Minus 30 plus 30 minus 30 into 30 by 100 minus 30 plus 30 അല്ലേ. ആദ്യത്തെ 30% ഇൻക്രീസും 30% ഡിക്രീസിനെയും എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ചെയ്യുമ്പോൾ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? ഒരു -9 ഉണ്ടാവുള്ളൂ. -9 ഉണ്ടാവുള്ളൂ, isn't it? എന്ന് വെച്ചാൽ 9% ഡിക്രീസ്. പിന്നെ അവിടെ എത്രയുള്ളത്? ദെൻ ഫർദർ ഡിക്രീസ്ഡ് ബൈ 10% ആണ്, isn't it? ഫർദർ ഡിക്രീസ്ഡ് ബൈ 10% ആണെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല കൊടുത്തൂടെ? എന്താ വരാൻ പോകുന്നത്? 10 ഉണ്ടാവും, -10 ഉണ്ടാവും, -9 ഉണ്ടാവും, പ്ലസ് 90 ബൈ 100, വിച്ച് മീൻസ് -19 പ്ലസ് 0.9, ദാറ്റ് ഈസ് ഈക്വൽ ടു -18.1. So minus 18.1 means there is clear decrease. എത്ര ഡിക്രീസ് ഉണ്ടാവും? അപ്പോൾ ഇൻക്രീസ് ഉള്ള വാല്യൂ ആൻസർ പോസിബിൾ അല്ല. 18.1 ആണ് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 18% ഡിക്രീസ്. ഓക്കെ, ഹിയേഴ്സ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. 45 seconds. Speed up. I'm giving you more time in most of the questions. Okay, time's up.
എന്താണ് ക്വസ്റ്റ്യൻ? ഈസി ക്വസ്റ്റ്യൻ ആണ്. The price of petrol has increased by 28%. A person wants to increase his expenditure by 22%. By approximately what percent should he decrease the consumption എന്ന് ചോദിച്ചേക്കണം അല്ലേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് 100 ആണ് അവിടുത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ 100 എന്നുള്ളത് അവിടെ 28% അവിടെ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസ് ചെയ്തത് കൊണ്ട് 100 128 ആകേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ എക്സ്പെൻഡിച്ചർ അയാൾ എത്രയേ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ? എക്സ്പെൻഡിച്ചർ 122% ആയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് ഡിക്രീസ് ഉണ്ടാവേണ്ടത്? 128 എന്നുള്ള 122 ആകണം എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ പറഞ്ഞതാണ് എത്രയാ? 6ന്റെ കുറവാണ്. 6/128 ഇൻറ്റു 100 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഡിക്രീസ് എന്ന് പറയുമ്പോൾ 600/128. 600/128 എന്ന് പറയുമ്പോൾ എന്താ വരാൻ പോകുന്നത്? 5 ടൈംസ് എന്താണെങ്കിലും ഇല്ല. 5 ടൈംസ് ഇല്ല, 5.3 ടൈംസും ഇല്ല. 4.7 ആണോ 4.9 ആണോ? വെരി സിമ്പിൾ. 4.9% ആണ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാൻ. അപ്രോക്സിമേറ്റ്ലി 5% വരുമോ ഇത്? ഇല്ല. കാരണം 600 എന്ന് പറയുന്നതിൻ്റെ ഇത് താഴെ 120 ആയിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായി 5 പ്രാവശ്യം വെട്ടിപ്പോകുമെന്ന് പറയുമായിരുന്നു. ഇവിടെ എത്ര പ്രാവശ്യം പോകുള്ളൂ? ഇവിടെ എന്താണെങ്കിൽ 4 പ്രാവശ്യം പോവും. 127 4 എന്ന് പറയുമ്പോൾ 400ഉം 27 4 എന്ന് പറയുമ്പോൾ 112 512 4.6 4.6 സംതിങ് വരാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് 4.9 അല്ല. ദ റൈറ്റ് ആൻസർ ഹാസ് ടു ബി 4.7%. 4.68 ആയിരിക്കും അല്ലേ? സോ the answer is 4.7%. Very simple and direct question.